ഉമർ റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയമാകുമ്പോൾ തൻ്റെ നാട് ഭരിക്കുമ്പോൾ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ തൻ്റെ ജനങ്ങളുടെ പ്രജകളുടെ ക്ഷേമമന്വേഷിച്ച് നടക്കുമായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. പോയവരൊക്കെ തിരിച്ചു വന്നു. എന്താ സംഭവം? എന്താ പോയാരും വന്നില്ല? എന്തു പറ്റിയതാ? പോയില്ലേ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മാറാൻ പറ്റുമെങ്കിൽ ഇവിടെ വെച്ച് മാറണം. മാറാൻ പറ്റുമെങ്കിൽ ഇവിടെ വെച്ച് മാറണം. അതാണ് മാറ്റത്തിന്റെ തുടക്കം. ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു പല സമയത്തും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നാമൊക്കെ പ്രസംഗിക്കുക. ഉമർ റളിയല്ലാഹു തആല ഒരു രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. തൻ്റെ ആളുകളുടെ പ്രജകളുടെ ക്ഷേമമന്വേഷിച്ച് രാത്രിയിൽ ഉറക്കമിളച്ച് നടന്ന നീതിയുടെ ഭരണാധികാരിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ ഉമർ പിന്നീട് ആരായി മാറിയെന്നറിയോ? കള്ളിന്റെ കുപ്പി പൊട്ടിച്ച കൈകൊണ്ട് ഉമർ ഒരു കത്തെഴുതിയിട്ടിട്ടപ്പോ നൈൽ നദി പോലും, ഒരു നദി പോലും ഉമറിന്റെ മുമ്പിൽ പേടിച്ചു നിന്നു. എത്രയോ ചരിത്രങ്ങൾ. നൈല് കരകവിഞ്ഞൊടുക്കുകയാണ്. ആളുകൾ പരാതി പറഞ്ഞു, ഉമറെ റളിയല്ലാഹു തആല അൻഹു കന്യകയെ ബലിദാനം കൊടുത്താലേ നൈലിന്റെ കോപമടങ്ങും. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു കത്തെഴുതി. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് തിരിച്ചൊരു കത്തെഴുതി. മിൻ അബ്ദില്ലാഹി ഉമറ ഇലാ നൈലി മിസ്ര. ഒരു മനുഷ്യൻ ഒരു നദിക്ക് കത്തെഴുതുക. ഒരു മനുഷ്യൻ ഒരു നദിക്ക് കത്തെഴുതുക. എന്നിട്ട് പറഞ്ഞു, ഇൻ കുന്തി തജ്രി ബി അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് നൈലേ നീ സഞ്ചരിക്കുന്നതെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരുടെ നാണ്യവിളകൾ നശിപ്പിക്കാതെ, അവർക്ക് പ്രയാസമുണ്ടാക്കാതെ നീ അടങ്ങി ഒതുങ്ങി നിൽക്കുക. ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ കത്ത് കൂലം കുത്തിയൊടുക്കുന്ന നൈലിലേക്ക് ഇടുമ്പോ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ആ നൈൽ അതിൻ്റെ വെള്ളപ്പൊക്കം അവസാനിച്ച് സ്വച്ഛന്തമായി നിന്നുകൊടുത്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. മറ്റൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. പോയ ആളുകളൊക്കെ വന്ന ആക്സിഡന്റ് കാണാൻ പോയവർ എന്ത് സംഭവിച്ച അവിടെ അതും അറിയില്ല. പോയ ആളുകൾ വന്നിട്ടില്ല. ശരി, കല്യാണത്തിന് പോയവർ വന്നില്ല. തിരിച്ചു വന്നാലല്ലേ പുതിയാപ്പിള എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇങ്ങോട്ട് നോക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇങ്ങോട്ട് നോക്ക്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങോട്ട് വാ. മലേഷ്യയുടെ 393 യാത്രക്കാരുമായി വിമാനം അപ്രത്യക്ഷമായിട്ട് മാസം 1 കഴിഞ്ഞു. അവർ മരിച്ചോ ജീവിച്ചോ അതോ ബൈനൽ ഹയാത്തി വൽ മയ്യത്തോ ഒന്നും അറിയില്ല. 40 രാഷ്ട്രങ്ങളിലെ ശാസ്ത്രജ്ഞരടക്കമുള്ള ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാ സൂക്ഷ്മദർശിനിയിലൂടെ. അവരുടെ കണ്ണിൽ ഇന്നേവരെ പെട്ടിട്ടില്ല എവിടെയുണ്ടെന്ന്. കാരണം മനുഷ്യന് കാണാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. സാധാരണ മനുഷ്യന് കാണാൻ കഴിയുന്നതിന് പരിധിയില്ലേ? സാധാരണ ഒരു മനുഷ്യന് കാണാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എത്ര അകലം വരെ കാണാൻ പറ്റും? കേക്ക്, ഞാൻ മലേഷ്യ വിമാനം പറഞ്ഞില്ല. ഇങ്ങോട്ട് നോക്ക്. ഒരാൾ നോക്കിയാൽ എവിടം വരെ കാണാൻ പറ്റും? ഒരു 1/2 കിലോമീറ്ററോളം നേരെ കിടന്ന ഒരു പൊട്ട് പോലെ കാണാം, ഇല്ലേ? ഒരു ശാംസിലായിരിക്കുക കാണാം. അള്ളാഹു നല്ല കാഴ്ച കൊടുക്കട്ടെ. അള്ളാഹു ബസീറത്ത് കൊടുക്കട്ടെ. കൽബിലും അള്ളാഹു ബസീറത്ത് കൊടുക്കട്ടെ. കണ്ണിലും അള്ളാഹു ബസീറത്ത് കൊടുക്കട്ടെ. ഒരു 1/2 കിലോമീറ്റർ കാണാൻ പറ്റൂലേ? പറ്റുമോ ഇല്ലയോ? നിങ്ങൾക്ക് പറ്റൂല്ലോ. എന്നാൽ അള്ള കാണണ്ടെന്ന് വിചാരിച്ചാൽ നിന്റെ കാലിൻ്റെ ചവിട്ടി കിടക്കണ നിനക്ക് കാണാൻ പറ്റൂല. പറ്റുമോ? ഖുർആൻ ഞാനല്ല, ഖുർആൻ. അള്ള കാണണ്ടെന്ന് വിചാരിച്ചാൽ നിന്റെ കാലിൻ്റെ ചുവട്ടി കിടക്കുന്ന സാധനം കാണാൻ നിന്നെ കൊണ്ട് പറ്റൂല. ഖുർആൻ മനസ്സിലാവാനുണ്ടോ പറയണുണ്ടോ? എവിടെയാന്ന് ചോദിച്ചാൽ ഈ വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം നിങ്ങൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫ്
7 യുവാക്കളങ്ങകലെ വനാന്തരത്തിൽ പോയി 350 വർഷം ഉറങ്ങിക്കിടക്കുകയാ. അവരെവിടെയാ കിടക്കുന്നത്? എവിടെയാ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫബഅസൂ അഹദക്കും ബിവരിക്കും ഹാദിഹിൽ മദീന. ആ നാട്ടിലെ അങ്ങാടിയിലെ ജനങ്ങൾ താമസിക്കുമ്പോ അവര് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് 7 യുവാക്കൾ കിടന്നുറങ്ങുന്നത്. പക്ഷേ 309 വർഷം ആ നാട്ടുകാരവരെ കണ്ടെത്തിയില്ല. കേട്ടാൽ കേൾക്കുന്ന, അവര് വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 യുവാക്കളെയും അവരുടെ നായെയും കടത്തുറക്കിയത്. പക്ഷേ 350 വർഷം ആ ജനത്തിന് അല്ലാഹ് കാണിച്ചു കൊടുക്കാതിരുന്നത് കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്താണ് 7 യുവാക്കൾ കിടന്നതിന്റെ തൊട്ടടുത്താണ് ആ നാട്ടിലെ അങ്ങാടി. മദീന. ആ അങ്ങാടി അവര് കിടന്നതിന്റെ വിളിയടയാളത്തിനപ്പുറമാ. ആ അങ്ങാടിയിലാണെങ്കിലോ ധാരാളം കടകളുണ്ട്. അങ്ങാടിയിൽ എങ്ങനെ മനസ്സിലായി? ഭക്ഷണം വാങ്ങിക്കാൻ വിട്ടപ്പോ 7 പേരിൽ ഒരാളെ പറഞ്ഞു വിട്ടപ്പോ അവര് പറഞ്ഞത് ഫല്യൻളുർ അയ്യുഹ അസ്കാ തആമ, ഏറ്റവും നല്ല ഭക്ഷണം എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കാനാണ്. അപ്പോൾ ഒന്നിലധികം ഭക്ഷണം കിട്ടുന്ന സ്ഥലം അവിടെ ഉണ്ടാവണ്ടേ? ഖുർആൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ അങ്ങാടിയിൽ ധാരാളം ആളുകളുണ്ട്, കടയുണ്ട്. അവര് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിനപ്പുറമാണ്. 309 വർഷം 7 യുവാക്കളെ അള്ളാഹു ഉറക്കിയത് അവര് കണ്ടില്ല. കണ്ടോ? നടന്നു പോകുന്ന വഴിയിലാണ് ഉസൈർ നബി മരിച്ചു കിടന്നത്. ആ നാട്ടുകാർ കണ്ടില്ല ഉസൈർ നബിയെ. അള്ളാഹ് കാണിക്കണ്ടെന്ന് വിചാരിച്ചാൽ മലേഷ്യൻ വിമാനമല്ല, ഇപ്പോ ടൈറ്റാനിക് കണ്ടുപിടിച്ച സൂക്ഷ്മദർശിനിയുമായി കടലിൽ ഇറങ്ങിയിട്ടിരിക്കുകയാണ് മനുഷ്യലോകം. അള്ളാഹ് കാണിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ കാണിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇവിടെ ഇരുന്നിട്ട് മലേഷ്യയുടെ വിമാനം എവിടെയുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഉമർ ഉണ്ടാവണം. ഒരു മനുഷ്യനെ കൊണ്ട് പറ്റും. അതാ ഞാൻ പറഞ്ഞത്, വെറും ഉമറിനെ പറയാനല്ല, വെറും ഉമറുള്ളാന്റെ ചരിത്രം പറയാനല്ല, അത് പറയുന്നതിനോടൊപ്പം തന്നെ ഒന്നുകൂടി മനസ്സിലാക്കാൻ മലേഷ്യയുടെ 291 വഫീ റിവായത്തിൻ ഉഖ്റ 293 യാത്രക്കാർ എവിടെ എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു ഉമർ ഉണ്ടാവണം. റളിയല്ലാഹു അൻഹു ഉമർ എന്നുണ്ടെങ്കിൽ പറഞ്ഞേനെ. പറയില്ലേ? മദീനത്തെ പള്ളിയിലെ മിഹ്റാബില്, മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നത്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. 100 കണക്കിന് കിലോമീറ്റർ അകലെ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുകയാ. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് സാരിയ പർവ്വതത്തെ സൂക്ഷിക്കണേ, സാരിയ പർവ്വതത്തെ സൂക്ഷിക്കണേ. ആരോടാ വിളിച്ചു പറയുന്നത്? ഖുത്ബ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ സാഹത്ത് ചോദിച്ചില്ല ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമറേ ആരെയാ വിളിച്ചത്? എന്തിനാ ഖുത്ബക്കടയിൽ സാരിയയെ വിളിച്ചത്? സാരിയ 100 കണക്കിന് കിലോമീറ്റർ അകലെ യുദ്ധം ചെയ്യുകയല്ലേ. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്, ഞാൻ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സാരിയ റളിയല്ലാഹു തആല യുദ്ധം ചെയ്യുന്ന സ്ഥലം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള യുദ്ധപ്പറമ്പ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. പർവ്വതത്തിന്റെ മുകളിലൂടെ ശത്രുക്കൾ വരുന്നുണ്ട്. അതുകൊണ്ട് സാരിയോട് വിളിച്ചു പറഞ്ഞടാ, ആ ഭാഗത്തൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഉമർ വിളിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സാരിയ റളിയല്ലാഹു തആല മറുപടി പറഞ്ഞില്ല. മുഅ്മിനീങ്ങളെ, 253 യാത്രക്കാരുമായി കോലാലംപൂരിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് പറന്നിറങ്ങിയ വിമാനം എവിടെ? 40 രാട്ടങ്ങൾ, 40ഓളം വരുന്ന മുങ്ങിക്കപ്പലുകൾ. എവിടെയാണ് നോക്കേണ്ടത്? ടൈറ്റാനിക് കണ്ടുപിടിച്ച സൂക്ഷ്മദർശിനിയുമായിട്ട് ഇറങ്ങിയിട്ട് പോലും കാണാൻ കഴിയുന്നില്ല. അത് നിന്റെ സൂക്ഷ്മദർശിനിക്ക് കാണണമെന്നില്ല. ഉമറിനെ പോലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതെവിടെയാണെന്ന് പറയാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രം രേഖപ്പെടുത്തുകയാ. KL 21G 9646 ആ വാഹനം ഒന്ന് ഉടമയെന്ന് പോയി മാറ്റി കൊടുക്കും.
KL-21G 9646 ഈ വാഹനം ഒന്ന് ആരുടേതാണെങ്കിലും ഒന്ന് മാറ്റിക്കൊടുക്കും. റെഡ് ആൾട്ടോയാണ്. അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നതാണ്. ഒരു സ്ത്രീയും 2 കുട്ടികളും കൂടെ പോയപ്പോൾ ഒരു കാറ് വന്ന് ഇടിച്ചിട്ടതാണ്. അള്ളാഹു ആരാണെങ്കിലും ആ അപകടത്തിൽ നിന്ന് അള്ളാഹു മോചനം കൊടുക്കട്ടെ. നാം ഈ പറയും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. അള്ളാഹു അപകട നില അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു ഒരു അംഗഭംഗവുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ ഈ സദസ്സിൻ്റെ ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ആരുമാകട്ടെ അള്ളാഹു ഇത് മാറ്റിക്കൊടുക്കട്ടെ. അവരെ നമ്മൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ ആക്സിഡൻറ്റിൽപ്പെട്ട അമ്മയും 2 മക്കളും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരറിയാത്ത ആളുകൾ ഇന്നിവിടെ ആമീൻ പറയില്ല. അതാരും ആയിക്കൊള്ളട്ടെ. എന്തെങ്കിലും ഒരു നന്മ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നോ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നോ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ, അത് ഉറപ്പാണ്.